ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സീരീസിൽ ട്രേഡ്സ്മാൻ എക്സാം അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ അതിലെ ഓരോ മോഡ്യൂളായിട്ട് നമ്മളെ PSCയുടെ സിലബസ് അനുസരിച്ചുള്ള ഓരോ മോഡ്യൂളായിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ മോഡ്യൂൾ 3-അകത്ത് മോഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ മാഗ്നറ്റിസം ആണ് നമുക്ക് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. മാഗ്നറ്റിസം അതുപോലെ തന്നെ കപ്പാസിറ്ററും. അപ്പോൾ മാഗ്നറ്റിസം അതുപോലെ തന്നെ കപ്പാസിറ്ററും ആണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ആ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. അപ്പൊ ആ മൊഡ്യൂളിനകത്ത് വരുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളതുമായുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, which is the diamagnetic substance? Which is the diamagnetic substance എന്നാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. വുഡ്, നിക്കൽ, പ്ലാറ്റിനം ആൻഡ് മാംഗനീസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. വുഡ്, നിക്കൽ, പ്ലാറ്റിനം, മാംഗനീസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്കറിയാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണയായിട്ട് അട്രാക്ഷൻ ഇല്ലാത്ത, അതായത് സ്ലൈറ്റ്ലി റിപ്പൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അതായത് മാഗ്നറ്റിക്കലി സ്ലൈറ്റ്ലി റിപ്പൽഷൻ കാണിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വരുന്നുണ്ടായിരിക്കാം. വുഡ് ആണ് അല്ലെ. വുഡ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സബ്സ്റ്റൻസ് ആർ റിപ്പൽഡ് ബൈ മാഗ്നറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. കോപ്പർ, ലെഡ്, ഗോൾഡ്, സിൽവർ, സിങ്ക്, ആന്റിമണി, ബിസ്മത്ത് ഒക്കെ വളരെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. ബിസ്മത്ത് ഒക്കെ ചോദിക്കാറുണ്ട്. ഇതെല്ലാം എന്തിനു വരുന്നതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഓപ്ഷൻസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ഇനി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതിൽ രണ്ടാമത്തെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കേട്ടോ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി അല്ല, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നമ്മൾ ഓരോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. മഗ്നീഷ്യം, മോൾബിഡം, ലിഥിയം, ടാൻഡലം എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി അടുത്തതാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സ്ട്രോങ് അട്രാക്ഷൻ ടു മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു സ്ട്രോങ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അയൺ, നിക്കൽ, കൊബാൾട്ട് ഒക്കെ ഇതിനാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ ഓരോന്നിന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളതും ഓരോ മാഗ്നറ്റിക് മെറ്റീരിയലും എങ്ങനെയാണ്, അതായത് ഡയ എന്താണ്, പാര എന്താണ്, അതുപോലെ തന്നെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓരോ സബ്സ്റ്റൻസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നോക്കിയിരിക്കണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് ഈസ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതാ ഉത്തരം വരുന്നത്, നമുക്ക് വുഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. വുഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ ഓൾറെഡി പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഏതാണ് പാരാമാഗ്നറ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലെ. The substance are weakly magnetized when placed in an external magnetic field. പിന്നെ എന്താ പറയുള്ളത്, the substance move from weak field region to strong field region in a non-uniform magnetic field. പിന്നെ എന്താ പറയുള്ളത്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ഈസ് നെഗറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അവിടെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ വീക്ക്ലി നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോം നമ്മൾ പഠിച്ചില്ല. അത് എവിടെ വന്നിട്ടുണ്ടായിരുന്നത്, അത് പാരാമാഗ്നറ്റിനാണ് വന്നത്, സ്ലൈറ്റ്ലി അട്രാക്റ്റഡ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണ് അല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, വിച്ച് ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് എന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ പാരാമാഗ്നറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെയാണെന്നാണ് ചോദ്യം അല്ലെ. അടുത്തെന്താണ്, ദ സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതെന്താണ് ഒരു വീക്ക് ഫീൽഡ് റീജിയനിൽ നിന്നും ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് റീജിയനിലേക്ക് മൂവ് ചെയ്യും. അതായത് നമ്മളെ
അട്രാക്ഷൻ, ഒരു സ്ലൈറ്റ്ലി അട്രാക്ഷൻ, അതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതും എന്താണ്, ഒരു കറക്റ്റ് ആൻസർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഇനി ഉള്ളത് എന്താണ്, അടുത്തത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് വരുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നതും <1 ആണ് പറഞ്ഞിട്ടുള്ളത്, അതും <1 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ രണ്ടും എന്താണ്, റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാ വരുന്നുണ്ടായിരിക്കുക, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ 1 and 2 ഓൺലി ആണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം സ്മാളും നെഗറ്റീവും ആയിരിക്കും. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കേട്ടോ, ഡയാമാഗ്നറ്റിക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാര ആയിരുന്നു. അപ്പൊ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ സ്മാൾ ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ് ആയിരിക്കും. സ്മാൾ ആയിരിക്കും, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് സ്മാൾ ആയിരിക്കും, പക്ഷെ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ലാർജ് ആവും, വെരി ലാർജ് ആവുമായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, പോസിറ്റീവും ആയിരിക്കും. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1, നമ്മളോട് ലെസ് ദാൻ 1 എന്നുള്ളത് എന്താണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1 എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ സ്ലൈറ്റ്ലി ലെസ് ദാൻ വരുന്നത് എന്തിനാണ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കാണ് അല്ലെ. ഇനി പാരാമാഗ്നറ്റിക് ആണ് എന്താണ്, സ്ലൈറ്റ്ലി മോർ ദാൻ 1 ആയിരിക്കും വരുന്നത്, സ്ലൈറ്റ്ലി മോർ ദാൻ 1 ആയിരിക്കും വരുന്നത്. കണ്ടും കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് കാണിക്കുന്നുണ്ടായിരിക്കുക. ഇനി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് മോർ ദാൻ 1 ആണ് വരിക, പക്ഷെ അതിനൊരു കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി കാണിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മൂന്നിന്റെയും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഡയ ചോദിക്കാം, പാര ചോദിക്കാം, ഫെറോ ചോദിക്കാം, ഇനി ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ നമുക്കിത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ്, അതെങ്ങനെയാണ് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. കണ്ടോ, അതിന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഫ്രം ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിത്ത് സസെപ്റ്റിബിലിറ്റി ഈസ് ലോ ആൻഡ് നെഗറ്റീവ്. ഇപ്പൊ ഈ ഒരൊറ്റ വേർഡിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. കാരണം എന്താണ്, ലോ ആൻഡ് നെഗറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വരുന്ന ഒരൊറ്റ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരൊറ്റ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉള്ളൂ, ഏതാണത്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണ്, പാര ആണെങ്കിലും അതുപോലെ തന്നെ ഫെറോ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്. ഒരു ലോ ആൻഡ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മറ്റേ എന്തായിരിക്കും, ലോ ആൻഡ് പോസിറ്റീവ് ആയിരിക്കും പാരയിൽ വരുന്നത്, ലാർജ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫെറോയിൽ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി, എന്താണത്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനാണ് വരുന്നത് എന്നുള്ളത്. ഇനി എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കണം, കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും വായിക്കണം. ദ ടെൻഡ് ടു മൂവ് ഫ്രം ഹൈ ഫീൽഡ് റീജിയൻ ടു ലോ ഫീൽഡ് റീജിയൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞാൽ, ഹൈ ഫീൽഡ് റീജിയനിൽ നിന്നും ലോ ഫീൽഡ് റീജിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ. അപ്പൊ അവിടെ നമുക്ക് കിട്ടാം, അതും എന്താണ്, അതും ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എന്തായി, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയി അല്ലെ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് പ്രോപ്പർട്ടിയും വെച്ചിട്ട് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ടു ഐഡന്റിഫൈ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ എ ബാർ മാഗ്നറ്റ്, ഇൻ വിച്ച് ഡയറക്ഷൻ ടു ഐഡന്റിഫൈ ഇന്റേണലി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ എ ബാർ മാഗ്നറ്റ് എന്നാണ് ചോദിച്ചത് അല്ലെ. ഇന്റേണലി ആണ് പറഞ്ഞത്, ഇന്റേണലി ദ മാഗ്നറ്റ്. അപ്പൊ ഒരു പോയിന്റ് അവിടെ ഓർത്ത് വെക്കണം, ഇന്റേണലി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ എ ബാർ മാഗ്നറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമുക്കറിയാം, എക്സ്റ്റേണലി ഇന്റേണലി, ഒരു ബാർ മാഗ്നറ്റിന് എക്സ്റ്റേണലും ഇന്റേണലും മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, നോർത്ത് പോള് സൗത്ത് പോള്, എക്സ്റ്റേണലി അതെന്താണ്, നോർത്ത് ടു സൗത്ത് ആണ് അല്ലെ, നോർത്ത് ടു സൗത്ത്. എന്നാൽ ഇന്റേണലി വരുമ്പോൾ എന്താണ്, സൗത്ത് നിന്ന് നോർത്തിലേക്ക്, സൗത്ത് നിന്ന് നോർത്തിലേക്ക്. അപ്പൊ എന്താ വരുന്നുണ്ടായിരിക്കാം, സൗത്ത് ടു നോർത്ത് ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഓപ്ഷൻ സി, സൗത്ത് ടു നോർത്ത് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റേണലി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റേണലി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നോർത്ത് ടു സൗത്ത് ആയിരിക്കും, നമുക്കൊക്കെ അറിയുന്നതാണ് മാഗ്നറ്റിന്റെ ആ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻഡിക്കേറ്റ് ദ ഷേപ്പ് ഓഫ് എ ബി എച്ച് കർവ്. ബി എച്ച് കർവ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ, ഓഫ് മെറ്റീരിയൽ.
വാട്ട് ഇൻഡിക്കേറ്റ് ദ ഷേപ്പ് ഓഫ് എ BH കർവ് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഓഫ് എ മെറ്റീരിയൽ, റിലക്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ, ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ, പുള്ളിംഗ് പവർ ഓഫ് ദ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഇവിടെ എന്താണ് ഒരു BH കർവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് BH കർവ് എന്ന് പറയുന്നത് അല്ലെ. ഈ BH കർവ് സാധാരണ എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി മാഗ്നറ്റൈസേഷൻ ഫോഴ്സും തമ്മിൽ വരയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സും തമ്മിൽ വരയ്ക്കുന്നതാണ് BH കർവ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ ഇതിലും മാഗ്നറ്റൈസേഷൻ ചെയ്യുന്നതും അതിന്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിമാഗ്നറ്റൈസേഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു കർവ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് BH കർവ് വരയ്ക്കുന്നത് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റൈസേഷൻ ഫോഴ്സും തമ്മിലുള്ള ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റിയും H എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫോഴ്സും. അപ്പൊ ഇത് വെച്ച് വരയ്ക്കുന്നത് നമുക്ക് ശരിക്കും എന്താ കാണിക്കുന്നുണ്ടായിരിക്കാം, ആ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നുണ്ടായിരിക്കും അല്ലെ. ആ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഓപ്ഷൻ ഏതാ വരുന്നത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത് കേട്ടോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. പിന്നെ കോസിറ്റി എന്നൊക്കെ പറയുന്നത് സാധാരണ ചോദിക്കുന്നതാണ്, ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്ന ആ റേഞ്ച് കോസിറ്റി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് സാധാരണ എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് മേഖല തന്നെയാണ്, ഈ ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പ് വരുന്നത് അല്ലെങ്കിൽ BH കർവ് വരുന്നതൊക്കെ. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു BH കർവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ റിഗാർഡിംഗ് ഹിസ്റ്ററിസിസ് ലൂപ്പ്. ഹിസ്റ്ററിസിസ് ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ ഏതാണ് ട്രൂ ആയിട്ട് വരുന്നത്? ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് വിച്ച് ഈസ് നെസസറി ടു ന്യൂട്രലൈസ് കംപ്ലീറ്റ്ലി the magnetism in is an electromagnet after the value of magnetizing force becomes 0 is called Kpsc force എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ hysteresis loss can be reduced by laminating the magnetic circuit എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ Kpsc force നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആ ഒരു ഭാഗം അല്ലെ, the magnetic force which is necessary to neutralize completely magnetizing the electromagnet after the value of magnetizing force becomes 0. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, Kpsc ഫോഴ്സ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. Kpsc ഫോഴ്സ് എന്ന് വിളിക്കുന്നു, അതാണ് നമ്മൾ Kpsc ഫോഴ്സ്. ആ ചിത്രത്തിൽ നമ്മൾ കണ്ട ആ ഒരു Kpsc ഫോഴ്സ് അല്ലെങ്കിൽ കോഴ്സിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ അതിന് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ്, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫോഴ്സ്. പിന്നെ ഉള്ളത് പറഞ്ഞത് ഹിസ്റ്ററിസിസ് ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിനെ ലാമിനേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷെ ലാമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ലാമിനേറ്റഡ് പോളുകളൊക്കെ നമ്മൾ ലാമിനേറ്റഡ് കോറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് ലാമിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ പോലത്തെ ഹൈ ഗ്രേഡ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ആൻസർ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് Kpsc ഫോഴ്സ് എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റുമാണ്. അപ്പൊ ഇതിൽ ആൻസർ ഏതാ വരുന്നുണ്ടായിരിക്കുക, ഓൺലി 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ എഫക്ട് ദ പൊളാരിറ്റി ഓഫ് എ ഇലക്ട്രോമാഗ്നറ്റ്, വിച്ച് ഫാക്ടർ എഫക്ട് ദ പൊളാരിറ്റി ഓഫ് എ ഇലക്ട്രോമാഗ്നറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് ദ കോയിൽ, ഡയറക്ഷൻ ഓഫ് കറന്റ്, സ്ട്രെങ്ത് ഓഫ് കറന്റ്, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു ഇലക്ട്രോമാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോമാഗ്നറ്റ് ഇപ്പൊ ഇതുപോലെ നോർത്ത് സൗത്ത് പോലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോമാഗ്നറ്റിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ പൊളാരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, അതിലൂടെ ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ നോർത്ത് സൗത്ത് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് പോളുകൾ മാറി മാറി വരുന്നത് കേട്ടോ. നോർത്ത് സൗത്ത് രണ്ടും കൂടി എന്ത് എഴുതിയത്, ഒന്ന് നോർത്ത് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് ഒരു ഭാഗത്ത്. അപ്പോൾ എങ്ങനെയാണോ ആ ഡയറക്ഷൻ വരുന്നത്, ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ വരുന്നത്, ആ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളെ നോർത്ത് സൗത്ത് പോളുകൾ മാറി മാറി വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് പോളുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ വിച്ച് ഫാക്ടർ എഫക്ട് ദ പൊളാരിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ഓൺ എ കണ്ടക്ടർ in magnetic field is determined by, direction of forces on a conductor in magnetic field is determined by Fleming's right hand rule, Fleming's left hand rule, right hand thumb rule, none of the above. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ഓൺ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സസിന്റെ ഡയറക്ഷൻ അതായത് എങ്ങനെയാണ് ആ ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ സാധാരണ ഇപ്പൊ എന്താണ് ഡയറക്ഷൻ ഓഫ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ആണ്. കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ
അവിടെ നമുക്ക് എന്താ പറയുന്നുണ്ടായിരിക്കാം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് കേട്ടോ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ഒരു മോട്ടറിന്റെ ഒക്കെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഫ്ലെമിങ്സ് 2 റൂൾ ഉണ്ട് അല്ലെ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. അപ്പോൾ കണ്ടക്ടറിന്റെ ഒരു ആ മോഷൻ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും. എന്നാൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ കറന്റിന്റെ ഒക്കെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ആയിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സിന്റെ ആ ഒരു ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ജനറേറ്ററുകളുടെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ജനറേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, ഇപ്പോൾ മോട്ടറിന്റെ ആണെങ്കിൽ റൊട്ടേഷൻ ആണ് വേണ്ടത്, ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് രണ്ടിന്റെയും ഡയറക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടറിനും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ത് ചെയ്യാണ്, ജനറേറ്ററിനും യൂസ് ചെയ്യുന്നത്. The purpose of this rule is used to finding the direction of magnetic force acting on in a motor. ഒരു മോട്ടറിൽ ഉണ്ടാവുന്ന ആ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട്, ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട്, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു കണ്ടക്ടർ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഇവിടെ ജനറേറ്ററിൽ വരുമ്പോൾ എന്താണ്, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെ, ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ പറയാൻ, ഇലക്ട്രിക് ജനറേറ്ററിലെ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റിന്റെയും, ഇവിടെയും മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അറിയാം, മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റ് പറയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ സാധാരണ നമ്മൾ എല്ലാത്തിലും പറയുന്നതാണ്, ഡയറക്ഷൻ ഓഫ് പറയുകയാണെങ്കിൽ തമ്പ്, അതുപോലെ തന്നെ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, according to Faraday's laws of electromagnetic induction, an EMF is induced in a conductor whenever the conductor is perpendicular to magnetic field, lies in the magnetic field, cuts magnetic lines of force, move parallel to magnetic field. ഇപ്പൊ എന്താ പറഞ്ഞുള്ളത്, according to Faraday's laws of electromagnetic induction, Faraday's laws of electromagnetic induction പ്രകാരം an EMF is induced in a conductor, ഒരു കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് അവിടെ Faraday's ഫസ്റ്റ് ലോയും അതുപോലെ തന്നെ സെക്കൻഡ് ലോയും അല്ലെ. ഫസ്റ്റ് ലോ എന്താണ്, whenever an EMF is induced in a conductor, എങ്ങനെ പറയുന്നുണ്ടായിരിക്കാം, ഒരു വാരി മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, a conductor is placed in a വാരി മാഗ്നറ്റിക് ഫീൽഡ് and EMF is induced in it എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വാരി മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യാണ്, ആ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ മാഗ്നറ്റിക് ഫീൽഡിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സിനെ കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ ലോയിൽ അതാണ് പറയുന്നത്, ആ കട്ട് ചെയ്യുന്നതിന് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം ഫ്ലക്സ് അവിടെ കട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്താണ്, കട്ട്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി, കട്ട്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ whenever കട്ട്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് ഇൻഡ്യൂസ്ഡ് EMF opposes the cause due to which they are produced, ന്യൂട്ടൺസ് ലോ, ലെൻസസ് ലോ, ഫാരഡേസ് ലോ ആൻഡ് കുളംസ് ലോ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ഏത് ലോ പ്രകാരമാണ് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അത് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് എന്തിനാണോ അതിനെ ഒപ്പോസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പൊ ഏത് ലോ പ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഒപ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ലോ വെച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ലോ ആണ് എന്ത് ചെയ്യുന്നത്, ലെൻസസ് ലോ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്ത് കാരണത്താലാണോ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നത് അവിടെ, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണോ അത് സംഭവിക്കുന്നത്, ആ ഒരു കാരണത്തെ ഒപ്പോസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, ലെൻസസ് ലോയിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഏതാ വരുന്നത്, ലെൻസസ് ലോ ആണ് അല്ലെ. അക്കോർഡിംഗ് ടു ഡാഷ് ഇൻഡ്യൂസ്ഡ് EMF opposes the cause due to which they are produced എന്ന് പറയുന്നത് ലെൻസസ് ലോ ആണ് വരുന്നത്. അപ്പൊ ന്യൂട്ടൺസ് ലോ നമുക്ക് വരുന്നില്ല, ഫാരഡേസ് ലോയും കുളംസ് ലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ഇതിൽ നോക്കുന്നതാണ്. ഫാരഡേസ് ലോ എന്താണ്, ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത എന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ഡാഷ്. സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ഡാഷ്. അപ്പൊ ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഓൾട്ടർനേറ്റർ ആൻഡ് ഓൾ ഓഫ് ദ എബോ ആണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്ലക്സിൽ ഉണ്ടാവുന്ന വ്യതിയാനം അല്ലെങ്കിൽ ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കേട്ടോ.
അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് ഫ്ലക്സിലെ ചേഞ്ചും എന്നാൽ കണ്ടക്ടർ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അങ്ങനെ നമ്മൾ ഫ്ലക്സിൽ മാറിയിട്ട് ഒരു സ്റ്റേഷനറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ട്രാൻസ്ഫോമേഴ്സ് ആണ് അല്ലെ. ഫ്ലക്സിൽ ഉണ്ടാവുന്ന വ്യതിയാനം കാരണം അവിടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിലാണ് ട്രാൻസ്ഫോമേഴ്സിലാണ്. അപ്പൊ ജനറേറ്റർ ഒക്കെ വരികയാണെങ്കിൽ അത് ഏതായിരിക്കും? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും അല്ലെ. ജനറേറ്റർ ഒക്കെ വരികയാണെങ്കിൽ ഏതായിരിക്കും? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? whenever a conductor moves and produce EMF അല്ലെ. കണ്ടക്ടർ മൂവ് ചെയ്തിട്ട് EMF പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നു. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the induced EMF is produced by the stationary conductor due to changing magnetic field. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് അതിലുണ്ടാവുന്ന ഡിഫറൻസ് കാരണം അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫോമർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഇലക്ട്രിക്കൽ കറന്റ് ഈസ് അനലോഗ്സ് ടു ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഫ്ലക്സ്, റിലക്റ്റൻസ്, ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് പെർമിയബിലിറ്റി. അപ്പൊ ഇവിടെ എന്താ പറയുള്ളത്? ഇലക്ട്രിക് കറന്റ് ഈസ് അനലോഗ്സ് ടു, ഇലക്ട്രിക് കറന്റിന് അനലോഗ്സ് അതായത് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സർക്യൂട്ടിലെ ടേം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇലക്ട്രിക് കറന്റ് നമ്മൾ സാധാരണ പഠിക്കുന്നതാണ്. ഇലക്ട്രിക് സർക്യൂട്ടും അതേപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി എങ്ങനെയൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ അനലോഗ്സ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഇതിൽ ഇലക്ട്രിക് കറന്റിന് അനലോഗ്സ് ആയിട്ട് വരുന്ന ഏതാണ്? ഫ്ലക്സ് ആണ് അല്ലെ. ഇലക്ട്രിക് കറന്റിന് അനലോഗ്സ് ആയിട്ട് വരുന്നത് ഫ്ലക്സ് ആണ്. ഇപ്പൊ റെസിസ്റ്റൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിലക്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം. ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറന്റ്, പെർമിയൻസ് എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ്, റിലക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിക്ക്, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറന്റ് ഡെൻസിറ്റിക്ക്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള അനലോഗ്സ് ആയിട്ട് വരുന്നത്. ഫ്ലക്സ് കറന്റ്, പെർമിയൻസ് കണ്ടക്റ്റൻസ്, റിലക്റ്റൻസ് റെസിസ്റ്റൻസ്, പെർമിയബിലിറ്റി കണ്ടക്ടിവിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി കറന്റ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിന്റെ യൂണിറ്റ് അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആംബിയർ ടേൺസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, വെബർ പെർ മീറ്റർ സ്ക്വയർ. ഇപ്പൊ ചോദിച്ചുള്ള എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഏതാ വരുന്നുണ്ടായിരിക്കാം? വെബർ പെർ മീറ്റർ സ്ക്വയർ, വെബർ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇത് നമുക്ക് ആ യൂണിറ്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ അവിടെ നോക്കാം. ഫ്ലക്സ് എന്ന് പറയുന്നത് വെബർ ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? വെബർ ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഫ്ലക്സ് വെബർ എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് കേട്ടോ. ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ആംബിയർ ടേൺസ് എന്ന് പറയുന്നത്. പിന്നീട് അവിടെ ആംബിയർ പെർ സെന്റിമീറ്റർ സ്ക്വയറും അതുപോലെ തന്നെ വെബർ പെർ മീറ്റർ സ്ക്വയറും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് പെർമിയൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി, വെബർ പെർ ആംബിയർ ടേൺ ആണ് പെർമിയൻസ് വരുന്നത്. വെബേഴ്സ് പെർ ആംബിയർ ടേൺ ആണ് ചെയ്യുന്നത് ഹെൻറി ആയിട്ട് അല്ലെങ്കിൽ പെർമിയൻസ് ആയിട്ട് വരുന്നത്. റിലക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആംബിയർ ടേൺ പെർ വെബർ ആണ് വരുന്നുണ്ടായിരിക്കും. ആംബിയർ ടേൺ പെർ വെബർ ആണ് റിലക്റ്റൻസ് വരുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റി വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലെങ്കിൽ ടെസ്ല, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ടെസ്ല. അപ്പൊ അവിടെ നമുക്ക് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ അതിന് പകരം എന്തുകൊണ്ട് വിളിക്കാം? ടെസ്ല എന്നും കൂടി പറയാം അല്ലെ. ടെസ്ല എന്നും കൂടി പറയാം. മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ ആംബിയർ ടേൺ പെർ മീറ്റർ ആണ് വരുന്നുണ്ടായിരിക്കും. ആംബിയർ ടേൺ പെർ മീറ്റർ ആണ് വരിക. അപ്പൊ ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്, പെർമിയൻസ് ആണെങ്കിൽ ഹെൻറി ആണ്, റിലക്റ്റൻസ് ആണെങ്കിൽ ആംബിയർ ടേൺസ് പെർ വെബർ ആണ്, ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ ടെസ്ല ആണ് വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണ്. മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണെങ്കിൽ ആംബിയർ ടേണുമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റേഴ്സ് 25 മൈക്രോഫാരഡ്, 125 മൈക്രോഫാരഡ് ആൻഡ് 150 മൈക്രോഫാരഡ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടോട്ടൽ കപ്പാസിറ്റൻസ്. ടോട്ടൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കപ്പാസിറ്ററിന്റെ വാല്യൂയും കൂടി ആഡ് ചെയ്താൽ മതി. കപ്പാസിറ്റർ 3 എണ്ണം എത്ര എണ്ണമാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് C1, C2, C3 എന്ന് പറയുന്നത് 3 എണ്ണം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 കപ്പാസിറ്റൻസ് വാല്യൂം കൂടി എന്ത് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ 25, പിന്നെ എന്താ വരുന്നത്? ഒരു 125 അല്ലെ.
പിന്നെ എന്താ വരുന്നത് ഒരു 150 വരുന്നുണ്ട്. അപ്പോൾ 125 പ്ലസ് 125 എന്ന് പറയുന്നത് 150 ആയി. 150 പ്ലസ് 150 എന്താണ് 300 മൈക്രോ ഫാരഡ് ആയിരിക്കും വരുന്നത്. ഇനി ഇത് സീരീസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് റെസിസ്റ്ററുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതായത് പാരലലിൽ റെസിസ്റ്റർ എന്താണ് 1/R1 പ്ലസ് 1/R2 പ്ലസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പാരലൽ എന്ത് ചെയ്യും ഡയറക്റ്റ് ആഡ് ചെയ്യാണ് ചെയ്യാം. ഇനി എന്താണ് സീരീസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക അല്ലേ. അതായത് സി ഇക്വലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സി ഇക്വലന്റ് ആണ് 1/C ഇക്വലന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. പിന്നീട് അതിന് നമ്മൾ എന്ത് ചെയ്യണം 1/, ചെയ്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എടുത്താലാണ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ് 300 മൈക്രോ ഫാരഡ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ്? ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ ഫ്ലോ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ബൈ എ കപ്പാസിറ്റർ. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ എ ഫ്ലോ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ബൈ എ കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്റർ കാരണം ഉണ്ടാകുന്ന ഓപ്പോസിഷന് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് സപ്ലൈ വോൾട്ടേജ്. അപ്പൊ നമുക്കറിയാം എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് Xc ഈസ് ഈക്വൽ ടു 1/2πfc അല്ലെ, 2πfc. അപ്പൊ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ Xc എന്ന് പറയുന്നത് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് ഫ്രീക്വൻസിക്ക് എന്ന് പറയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് ഫ്രീക്വൻസിക്ക് എന്ന്. അപ്പൊ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് സപ്ലൈ വോൾട്ടേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതും എന്താണ് കറക്റ്റ് ആണെന്ന് പറയാം. എന്നാൽ ഇവിടെ നമ്മൾ മൂന്നാമത്തെ എന്താ പറഞ്ഞത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആവുന്ന പറയുന്നത്. അവിടെയും നമ്മൾ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. കണ്ടോ, ഇതാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ശരിക്കും എന്താ വരുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ 1 and 2 ഓൺലി ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. 1 and 2 ഓൺലി ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, if an electromagnet contain 100 turns and carries a current of 5 ampere, find the reluctance if the flux produced by the electromagnet is 0.2 Weber എന്നാണ് പറഞ്ഞിട്ടുള്ളത്. If an electromagnet contain എന്താ പറഞ്ഞിട്ടുള്ളത് 100 turns and carries a 5 ampere. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 100 ടേൺസ് എന്ന് തന്നിട്ടുണ്ട്, 5 ആംപിയർ തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താണ് യൂണിറ്റ് AT per വെബർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് തന്നെ നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി കാണാതെ ഇല്ലെങ്കിൽ നമുക്ക് അറിയാം എന്താണ് ആംപിയർ ടേൺസ് പെർ വെബർ എന്ന് പറയുന്നത് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഫ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നത് റിലക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് MMF ഡിവൈഡ് ബൈ ഫ്ലക്സ് ആണ് വരുന്നത് അല്ലെ. ഇപ്പൊ MMF എന്ന് പറയുമ്പോൾ ആംപിയർ ടേൺസും അതുപോലെ തന്നെ എത്ര ആംപിയർ കറന്റ് ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്നും കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ആംപിയർ ടേൺസ് അല്ല, ടേൺസും അതുപോലെ തന്നെ എത്ര ആംപിയർ കറന്റ് ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്നും കൂടി നോക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 100 ആണ് ടേൺസ് ആണുള്ളത്, 5 ആംപിയർ കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 0.2 എന്ന് കിട്ടും അല്ലെ, 0.2 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ആയിട്ട് കിട്ടുന്നത് എത്ര ആയിരിക്കും? 2500 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. എല്ലാ യൂണിറ്റും ഒന്നാണ് തന്നിട്ടുള്ളത്, ആംപിയർ ടേൺസ് പെർ വെബർ. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട ആൻസർ എന്താ വരുന്നുണ്ടായിരിക്കുക? ആംപിയർ ടേൺസ് 2500 ആംപിയർ ടേൺസ് പെർ വെബർ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഇഫ് ആൻ EMF ഓഫ് 40 വോൾട്ട് ഡെവലപ്ഡ് across it with a flux change in the rate of 0.8 Weber per second. എന്താണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ കോയിൽ ഇഫ് ആൻ EMF ഓഫ് 40 വോൾട്ട് ഡെവലപ്ഡ് അക്രോസ്, ഒരു 40 വോൾട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വിത്ത് ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ഫ്ലക്സ് അല്ലെ, അതായത് 0.8 വെബർ പെർ സെക്കൻഡ്. അവിടെ EMF 40 വോൾട്ട് ഉണ്ടാവുന്നുണ്ട്. അവിടെ നമുക്ക് ടേൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു N/dt എന്ന് പറയുന്നത് അല്ലെ. ഈ N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആണ് പറയുന്നത്. അതായത് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു N/dt. അപ്പൊ ഇതിൽ ഈ N ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ, ടേൺസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് d/dt നമുക്ക് പറഞ്ഞിട്ടുണ്ട് 0.8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? N is equal to
ഇ ഡിവൈഡഡ് ബൈ d5/dt. അതായത് ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെ. നമുക്കിപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, n ഇൻറ്റു 0.8 എന്ന് എഴുതാം അല്ലെ. n ഇൻറ്റു 0.8 എന്ന് ഇവിടെ e ഈക്വൽ ടു എത്ര ഉണ്ട്, 40 വന്നിട്ട്. അപ്പോൾ 40 ഈസ് ഈക്വൽ ടു n ഇൻറ്റു 0.8 എന്ന് എഴുതാം. അതിന് n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, 40 ഡിവൈഡഡ് ബൈ 0.8 അതായത് 50. നമ്പർ ഓഫ് ടേൺസ് എത്ര ആയിരിക്കും, 50 ആയിരിക്കും, 50 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് C, the area of conductor is doubled and distance of separation between the conductor is halved. Then the change in capacitance is equal to. If the capacitance of a parallel plate capacitor capacitance എന്ന് പറയുന്നത് C ആണ്. The area of conductor is doubled. അതിന്റെ ഏരിയ ഡബിൾ ചെയ്യുകയും അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഏരിയ ഡബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കണ്ടക്ടർ ഈസ് ഹാഫ്ഡ്. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ then the capacitance value is equal to എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വാല്യൂ is equal to എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. C is equal to epsilon 0 a/d എന്നാണ് വരുന്നത് അല്ലെ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ C is proportional to a/d എന്ന് എഴുതാം. അതായത് ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഡെപ്തിന് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് എന്ത് ചെയ്യാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഏരിയ ഓഫ് ദ കണ്ടക്ടർ ഈസ് ഡബിൾഡ്. ഏരിയ ഓഫ് ദ കണ്ടക്ടർ ഈസ് ഡബിൾഡ് എന്ന് പറയുമ്പോൾ 2a ആയിട്ട് മാറി. 2a ആയിട്ട് മാറുമ്പോൾ ഇവിടെ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്തായിട്ട് മാറും, 2c ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. 2c ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, അതുകൊണ്ട് വരുന്നു. അതിന് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ അതായത് രണ്ട് പ്ലേറ്റും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, പകുതിയായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പൊ d/2 ആയിട്ട് മാറി. അപ്പൊ d/2 ആകുമ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആവുന്നതുകൊണ്ട് തന്നെ വീണ്ടും എന്തായിട്ട് മാറും, അത് ഒരു 2 മടങ്ങ് കൂടി അതിൽ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ പകുതിയായിട്ട് കുറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, അതെന്തായാലും ഡബിൾ ആയിട്ട് കൂടുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ മൊത്തം 2c × 2 എന്നാണ് വരിക. അപ്പൊ മൊത്തമായിട്ട് എന്ത് വരും, 4c എന്ന ആൻസർ ആയിട്ട് വരും. അതായത് കപ്പാസിറ്ററിന്റെ വാല്യൂ c ആണ് എന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് അതിൽ വന്നാൽ, അതായത് ഒന്നാമത്തെ ചേഞ്ച് പറഞ്ഞാൽ ഏരിയ ഡബിൾ ആവുകയും അതേപോലെ തന്നെ ആ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് സെപ്പറേഷൻ എന്ന് പറയുന്നത് പകുതിയായിട്ട് കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിട്ട് മാറും, 4c ആയിട്ട് മാറും അല്ലെ. 4c ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 2 capacitors C1 and C2 are connected in series, then the value of effective capacitance should be. ഇപ്പൊ നമ്മൾ ഓൾറെഡി നോക്കി, സീരീസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലും പാരലൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും കപ്പാസിറ്റൻസിൽ എന്താ മാറ്റം വരുന്നത് അല്ലെ. സീരീസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/C1 + 1/C2 + 1/C3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. പാരലൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ C1 + C2 + C3 എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ്, 2 കപ്പാസിറ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ട് കൊടുത്തു, C1 ഉം C2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് വാല്യൂ, അപ്പൊ നമ്മൾ റെസിസ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, പാരലൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ റെസിസ്റ്ററിനേക്കാൾ ചെറുതായിരിക്കും വരുന്നത്. അതിവിടെ ഇതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, കപ്പാസിറ്ററിലേക്ക് വരുമ്പോൾ എന്താണ്, അത് നമുക്ക് സീരീസിലാവും വരിക അല്ലെ. കാരണം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്, രണ്ടും ആ ഒരു ഇക്വേഷൻ എടുക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താണ്, ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂവിനേക്കാൾ ചെറുത്, അതായത് അവിടെ ഉള്ള ഏറ്റവും ചെറിയ വാല്യൂ കപ്പാസിറ്ററിനേക്കാൾ ചെറുതായിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പൊ ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഗ്രേറ്റർ ദാൻ C1 and C2. ഗ്രേറ്റർ ദാൻ വരുമായിരുന്നു. എങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പാരലലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പാരലൽ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ C1 ഉം C2വിനേക്കാൾ വലിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റൻസ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ഓപ്ഷൻ ലെസ് ദാൻ C1 and C2. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ഗ്രേറ്റർ ദാൻ C1 ബട്ട് ലെസ് ദാൻ C2, ഇൻ ബിറ്റ്വീൻ C1 and C2. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുന്നുണ്ടായിരിക്കാം, ലെസ് ദാൻ C1 and C2. അതായത് C1 ആണോ C2 ആണോ ചെറുതെന്ന് അറിയില്ല, അതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള കപ്പാസിറ്ററിനേക്കാൾ ചെറുതായിട്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ലെസ് ദാൻ C1 and C2. C1 ഉം C2വിനേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റൻസ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇത് R1 R2 റെസിസ്റ്റർ പാരലലി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ആൻസർ ആണ് വരിക. ഇനി R1 R2 റെസിസ്റ്റർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മേലത്തെ ആ ഒരു ഗ്രേറ്റർ ദാൻ C1 and C2 എന്നുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. അപ്പൊ രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചോദിക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻഡക്ടർ ഓഫ് 1 Henry ഈസ് കണക്റ്റഡ് ടു 100 volt 50 Hz AC സപ്ലൈ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റിയാക്ടൻസ്? അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറയുമ്പോൾ എന്താണ്, XL ആണ് അല്ലെ. XL ഈസ് ഈക്വൽ ടു എന്താണ്, XL ഈസ് ഈക്വൽ ടു 2πfl ആണ് വരുന്നത് അല്ലെ. 2πfl ആണ് വരുന്നത്, 2πfl. അപ്പൊ 2 × 3.14 × 1 × 50. അപ്പൊ ഇവിടെ ആൻസർ ഒന്നുകൂടി സുഖമാണ്. 2 × 50. 2 × 50 എന്ന് പറഞ്ഞാൽ 100. 100 × 3.14 അതായത് 314 ആണ് വരുന്നത്.
അപ്പൊ ഇതിവിടെ യൂണിറ്റ് തന്നിട്ടുള്ള എന്താണ് 2 യൂണിറ്റ് ആയാലും പറഞ്ഞിട്ടുണ്ട്. 314 കിലോ ഓമും ഉണ്ട്, സാധാ ഓമും ഉണ്ട്. 314 കിലോ ഓം പറഞ്ഞിട്ടുണ്ട്, ഓമും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ യൂണിറ്റ് പറഞ്ഞൊക്കെ SI യൂണിറ്റ് ആണ് അല്ലെ. വോൾട്ട് ആണ് പറയുന്നത്, ഹെഡ്സ് ആണ് പറയുന്നത്, ഹെൻറി ആണ് പറയുന്നത്. അപ്പൊ എല്ലാം SI യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? 314 ഓം ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മളെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഓരോ മൊഡ്യൂൾ ബേസിൽ നമ്മൾ ഇലക്ട്രീഷ്യൻ ട്രേഡ്സ്മാൻ എക്സാമുകൾക്കൊക്കെ വരുന്ന സീരീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മൊഡ്യൂളുകളായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഇതും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിന്റെയും ക്വസ്റ്റ്യൻ സീരീസ് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.